എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. പൂരമാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. പൂരം ശരിക്കും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയൊക്കെ വന്ന കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ആയിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പൂരം നമ്മളുടെ നാട്ടിലത്തെ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നിരുന്ന കൊടുമുടിക്കാവലത്തെ പൂരമാണ് കേട്ടോ ഇത്. അപ്പോൾ പൂരത്തിൻ്റെ തലേ ദിവസം നമ്മളുടെ നാട്ടിലുള്ള എന്താ പറയുക GSK തമ്പോല അങ്ങനെ കേട്ടിട്ടില്ലേ, കുട്ടികളുടെ ബാൻഡ് അങ്ങനെ ഒരു ട്രൂപ്പ് അങ്ങനെ ഒരു ടീമുണ്ട് നമ്മളുടെ നാട്ടിൽ. നമ്മൾ മുമ്പ് നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ വർഷവും പൂരത്തിനൊക്കെ അവരെ കാണിക്കാറുണ്ട്. അപ്പോൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന നാടൻ പാട്ടുണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ. പൂരത്തിൻ്റെ തലേ ദിവസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് കുറച്ച് എന്താ പറയുക ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഖത്തറിൽ കൈതോല എന്ന പേരിലുള്ള ഒരു നാടൻ പാട്ട് സംഘത്തിലത്തെ സിംഗറായിരുന്നു ഞാനും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് നാടൻ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അതൊക്കെ കേൾക്കാം. അപ്പോൾ ഇതിൽ നാടൻ പാട്ട് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ വിഷ്വൽസും ഇങ്ങനെ പലതും വന്നു പോകുന്നുണ്ട്. തെയ്യം പിന്നെ അതുപോലെ അങ്ങനെ കുറേ രൂപങ്ങൾ കലാരൂപങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. തൃശ്ശൂര് ദേവന്റെ നടക്കാവില് അവിടെ പിറന്നൊരു കാളിമോളും പിന്നെ തൃശ്ശൂര് ദേവന്റെ നടക്കാവില് ഓരാണ്ട് കാലത്ത് നേർന്നൊരു വഴിപാട് ഈരാണ്ട് കാലത്തെ കൊടുക്കും ഞാന്. ഓരാണ്ട് കാലത്ത് നേർന്നൊരു വഴിപാട് ഈരാണ്ട് കാലത്തെ കൊടുക്കും ഞാന്.
ഓരാണ്ട് കാലത്തെ നേർന്നൊരു വഴിപാട് ഈരാണ്ട് കാലത്തെ കൊടുക്കും ഞാന് ഓരാണ്ട് കാലത്തെ നേർന്നൊരു വഴിപാട് ഈരാണ്ട് കാലത്തെ കൊടുക്കും ഞാന് നോക്കിക്കണം നല്ലൊരു കയ്യടി കൊടുത്തോളൂ ഇവർക്ക് നിങ്ങൾക്ക് അങ്ങനെ പിള്ളേരാണ് പിള്ളേരാണ് ഞാനൊന്നു നോക്കുമല്ലേ പുതിമാനം പെണ്ണിന്നു കണ്ടേ പുള്ളരങ്ങുമാ
ഒരു നാടൻ പാട്ട് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ കാണുന്നത്. അപ്പോൾ ഈ നാടൻ പാട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, വല്ലാത്തൊരു വൈബാണല്ലേ. കാരണം നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നാൽ പോലെ നമുക്കിങ്ങനെ എന്താ പറയുക, ഡാൻസ് ചെയ്യാൻ തോന്നിപ്പോവും. അതാണ് നാടൻ പാട്ടിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും അവിടെ തുള്ളിപ്പോവും. എനിക്കറിയാം, അത് ശരിക്കും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാര്യമാണ് ശരിക്കും. ഖത്തറിലത്തെ ആ കാര്യങ്ങൾ പലതും ഞാനങ്ങനെ ഓർത്ത് പോയി ശരിക്കും ഈ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ പാടിക്കൊണ്ടിരുന്ന കുറേ പാട്ടുകളും അവരിവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യണതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോയിട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ കുറേ നേരമുള്ളതിൽ വളരെ കുറച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. അതിലത്തെ കുഞ്ഞു 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 ഭാഗങ്ങളെടുത്ത് മാത്രം കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും പൂരത്തിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത് അതിഗംഭീരായി. ഇനി എന്ന് പറയുന്നത് പൂരത്തിൻ്റെ ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അശു കാട്ടാളൻ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതാ വരുന്നു. ആരുമില്ലേ കൂടെ? പൂരൊക്കെ ആവുമ്പോൾ പൂതനും തറയൊക്കെ വീട്ടിലേക്ക് വരും കേട്ടോ. പൂതൻ എന്നുള്ളത് വരുന്നത് പൂരത്തിൻ്റെ മുന്നേയുള്ള ദിവസങ്ങളിലാണ്. തറ അന്നത്തെ ദിവസം രാവിലെയാണ് വരിക. ഇത് കാട്ടാളനാണ്. ഇത് പക്ഷേ കൊടുമുടിക്കാവിലത്തെ അല്ല കേട്ടോ. ഇത് വൈരങ്കോട്ട് തീയാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ള കാട്ടാളനാണ് കേട്ടോ. ഇങ്ങനെ രൂപം വേഷം കെട്ടിയിട്ട് ഇങ്ങനെ വരും. പോവാണ്. എല്ലാവരും കൂടെ ഇറങ്ങട്ടെ. അങ്ങനെ എല്ലാവരും ഇറങ്ങണതെന്നിങ്ങനെ നമ്മുടെ തട്ടകത്തിലെ പൂരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നാട്ടിലുള്ള എല്ലാവരും ആ ദിവസം അവിടെ എത്തൂട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് തൊഴുതു പോവും. അപ്പോൾ നമ്മളും അതേ രാവിലെ കൊടുമുടിക്കാവിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. അങ്ങനെ ഓരോരോ പാർട്ടിയായിട്ട് പോയി ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി മുന്നേറ്റനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഓരോരോ പാർട്ടായിട്ടാണ് ഇങ്ങനെ പോയി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ അല്ലേ, നാട്ടിൻപുറത്തുള്ള പൂരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും. ഭയങ്കര രസമാണ്. ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള കടകൾ ഇങ്ങനെ അമ്പലം വരെ ഇങ്ങനെ വഴിയരികിൽ നിറയെ ഉണ്ടാവും. അതിങ്ങനെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. പാടത്തും ഇങ്ങനെ റോഡിലും ഒക്കെ എല്ലായിടത്തും ഇങ്ങനെ അതിലൊക്കെ നിറയെ കുപ്പിവളിയും ബലൂണുകളും എന്തൊക്കെയാ പറയാൻ എനിക്കറിയില്ല. ഒരുപാട് ഇങ്ങനെ
ഭയങ്കര കളർഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാകും. എനിക്കിത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇപ്രാവശ്യം ഒരുപാടൊന്നും സമയം എനിക്കിതിനൊന്നും കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പാറുവിന് എക്സാം നടക്കുന്ന സമയമാണ്. നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇതിനൊന്നും പൂരത്തിന് കറങ്ങി നടക്കാനുള്ള ഒരു സമയം നമുക്ക് അതിനുണ്ടായിരുന്നില്ല. പക്ഷേ പാറു ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തൊഴുതിട്ട് വരണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോയതാണ്. ആ പ്രാവശ്യം ഞാൻ എല്ലാ കടയിലും കയറിയുള്ള കുപ്പികളകളും കമ്മലുകളും എല്ലാതും ഇങ്ങനെ നിറയെ കാണിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അത്രയും അങ്ങോട്ട് ടൈം കിട്ടിയിട്ടില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാട്ടോ. അതുപോലെ അമ്പലത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരുപാട് പരിചയക്കാരെ നമ്മളുടെ കൂടെ പഠിച്ചിട്ടുള്ളവരെയും അങ്ങനെ ഒരുപാട് പേരെ കാണും. എൻ്റെ കൂടെ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്ന സുജയാണ്, ഇപ്പോൾ ഡാൻസ് ടീച്ചറാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതുപോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരുടെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും കിട്ടിയവരെയൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണും. അപ്പോൾ രാവിലെ ആ സമയത്ത് അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ തിരക്ക് കൂടി വരും. പിന്നെ വൈകുന്നേരത്താണ് നല്ല തിരക്ക്, എന്താ പറയുക. പക്ഷേ വൈകുന്നേരത്തെ ആ ഒരു പൂരത്തിന് എന്താ പറയുക, കാളയും ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള വരവുകൾ, പൂരം വരവുകൾ പറയില്ലേ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എക്സാം നടക്കുകയല്ലേ, മോളുടെ എക്സാം നടക്കുന്ന കാരണം കൊണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ അതങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. നമുക്ക് അടുത്ത പ്രാവശ്യം പോവാലോ പൂരത്തിന്. എക്സാം പക്ഷേ ഈ വർഷമല്ലേ എഴുതാൻ പറ്റൂ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ കിട്ടിയ കാഴ്ചകളൊക്കെയാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊടുമുടിക്കാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളാണ് കേട്ടോ. നമ്മളുടെ തട്ടകത്തിലെ ദേവിയാണ്. പിന്നെ കുട്ടിക്കാലം തൊട്ട് കുറേ നല്ല ഓർമ്മകൾ ഈ അമ്പലമായിട്ടുണ്ട്. എൻ്റെ അരങ്ങേറ്റം, ഡാൻസിൻ്റെ ഒക്കെ അരങ്ങേറ്റം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കൊടുമുടിക്കാവിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് ഈ അമ്പലമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അങ്ങനെ. പക്ഷേ നമ്മൾക്ക് ഇപ്രാവശ്യം എന്താ വെച്ചാൽ തീരെ സമയമില്ല. നമ്മൾ വേഗം ഒന്ന് പോയി തൊഴുതു വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാലും ഒരു പൂരത്തിന് ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വെറുതെ അങ്ങോട്ട് പോരുക പറഞ്ഞാൽ അങ്ങനെ ശരിയാവില്ലല്ലോ. ആ ഉള്ള സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി, ഞാനും പ്രതുവും കൂടിയും പ്രത്യേകം പറയണം കേട്ടോ. പാറുവിന് പക്ഷേ ഇതിനൊന്നും താല്പര്യമില്ല. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ, പാറുവിന് അങ്ങനത്തെ ഷോപ്പിംഗ്, അങ്ങനത്തെ കടകളിൽ കയറുക, അതിലൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ എൻ്റെ അതേ സ്വഭാവം കിട്ടിയിട്ടുള്ളത് പ്രതുവിനാണ്. അപ്പം ഞാനും പ്രതുവും കൂടി വേഗം ഓടിപ്പോയി ഒരു കടയിൽ കയറി കുറച്ച് ചെറുതായ രീതിയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പ്രത്യേകിച്ച് കമ്മലുകളൊക്കെ. ഇപ്രാവശ്യം ഞാൻ കുപ്പിവളയുടെ മുകളിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത്യാവശ്യം കുറേ കളറുകൾ ഇപ്പം എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രാവശ്യം സമയം ഉണ്ടായില്ല. അത് കാരണം കൊണ്ട് കുപ്പിവള ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അത് കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ഭരണികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. നല്ല രസം, നല്ല കളർഫുള്ളായിട്ട്. ഇത്രയും കളറുകളൊക്കെ നമ്മൾ പണ്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, കഴിഞ്ഞ വർഷം പോയിട്ടില്ല, അതിൻ്റെ മുമ്പത്തെ പൂരത്തിനൊക്കെ പോയിട്ട് ഒരുപാട് രണ്ട് കയ്യിലും നിറയെ തൂക്കി പിടിച്ച സാധനങ്ങളുമായിട്ടാണ് വന്നിരുന്നത്. എന്തൊക്കെ തരം സാധനങ്ങളായിരുന്നു പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിരുന്നറിയോ. പിന്നെ അതുമാതിരി കഴിക്കാനുള്ള സാധനങ്ങൾ, അതിപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. പൊരി, മുറുക്ക്, കണ്ണിമിഠായി, 6-ാം നമ്പർ, തേൻമിഠായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എനിക്ക് മുഴുവൻ പേരുകൾ തന്നെ എനിക്ക് വായിലിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിയിട്ട് പിന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇല്ല, ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. എല്ലായിടത്തും കണ്ടോ തുടങ്ങി വരുന്നുള്ളൂ.
ഇത് നമ്മളുടെ ഭാഗത്തുനിന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പൂരം വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇപ്രാവശ്യം എന്നുള്ളത് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ എന്തായാലും പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർഷങ്ങളൊക്കെ പൂരം ഇനിയുണ്ടല്ലോ, അപ്പോൾ ഒക്കെ നോക്കാം. ഇനിയുണ്ട് ഈ വർഷം വേറെയും പല പൂരങ്ങളുണ്ട്. അപ്പോൾ ഒന്നുമില്ലാണ്ടിരിക്കുന്നേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.